വെൽക്കം ബാക്ക് ടു സക്സസ് അക്കാഡമീസ് യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് 9th November 2022 നടന്ന SSC CPO എക്സാമിൻ്റെ ഷിഫ്റ്റ് 2 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ദ ഗിവൺ ഇഡിയം. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഇഡിയമിൻ്റെ കറക്റ്റ് മീനിങ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ബി ഓൺ ദ ബ്രെഡ് ലൈൻ. ഇഡിയംസിൽ സാധാരണ ബ്രെഡ് എന്നുള്ള മീനിങ് പറയുമ്പോൾ ഇറ്റ് യൂഷ്വലി റെഫേഴ്സ് ടു അവർ ഫിനാൻഷ്യൽ കണ്ടീഷൻ. സോ ദ ആൻസർ വിൽ ബി ഓപ്ഷൻ ഡി, ബി വെരി പുവർ. അതാണ് നമ്മുടെ ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ ഇൻകറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഈ 4 വാക്കുകളിൽ ഒരു സ്പെല്ലിങ് നമുക്ക് ഇൻകറക്റ്റ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. അതേതാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിൽ ഓപ്ഷൻ ബി എക്ലെയിം എന്നുള്ളതാണ് നമുക്ക് തെറ്റി തന്നിട്ടുള്ളത്. അതിൻ്റെ കറക്റ്റ് സ്പെല്ലിങ് വരുന്നത് ACCLAIM ആണ്. അതിൽ 2 സി ഉണ്ട്. എക്ലെയിമിൻ്റെ മീനിങ് വരുന്നത് പ്രേസ് ചെയ്യാന്നുള്ളതാണ്. ഓക്സിലറിയുടെ മീനിങ് വരുന്നത് ഹെൽപ്പിംഗ് ആണ്. ബിലീവ് വിശ്വസിക്കുക, ആബ്സെൻസ് അഭാവം എന്നുള്ളതാണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫോളോയിങ് സെൻറ്റൻസ് ഹാസ് ബീൻ സ്പ്ലിറ്റ് ഇൻ ടു 4 segments. ഐഡൻറ്റിഫൈ ദ സെഗ്മെൻറ്റ് ദാറ്റ് കണ്ടെയ്ൻസ് എ ഗ്രാമാറ്റിക്കൽ എറർ. അപ്പം നമുക്ക് തന്നിട്ടുള്ള ഈ സെൻറ്റൻസ് 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഏതോ ഒരു പാർട്ടിൽ എറർ ഉണ്ട്. അത് എവിടെയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. മിസ്സസ് പൂജ ഈസ് വെരി ബിസി അറ്റ് ദ മൊമെൻറ്റ്. ഓൾ റൈറ്റ്, ഐ ഹാഡ് ബീൻ വെയിറ്റിംഗ്. അപ്പോൾ എറ്റ് ദ മൊമെൻറ്റ്, ഈ സമയത്താണ് പൂജ ബിസി ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഹാഡ് ബീൻ വെയിറ്റിംഗ് എന്നുള്ള പറയുമ്പോൾ കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്തിരുന്നു എന്നുള്ളതാണ് അവിടെ വരുന്നത്. അതല്ല അവിടെ യൂസേജ് വരേണ്ടത്. പ്രസൻറ്റിൽ ബിസി ആയതുകൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്യാം എന്നുള്ളതാണ് അവിടെ ആൻസർ വരേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മുടെ എറർ വരുന്നത് ഓപ്ഷൻ ബിയിലാണ്. ഓൾ റൈറ്റ്, ഐ ഹാഡ് ബീൻ വെയിറ്റിംഗ് അല്ല വരേണ്ടത്. ഓൾ റൈറ്റ്, ഐ വിൽ ബി വെയിറ്റിംഗ് ആണ് അവിടെ ആൻസർ വരേണ്ടത്. Next question, select the most appropriate option that can substitute the underlined segment in the given sentence. അപ്പോൾ നമുക്ക് അണ്ടർലൈൻ ചെയ്തതിന് പകരം നല്ലൊരു ഫ്രേസൽ വെർബ്, ഇത് ഫ്രേസൽ വെർബ്സ് ആണ്, അതിന് പറ്റിയൊരു ഫ്രേസൽ വെർബാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്. ദ ലീസ് ഓഫ് അവർ ഹൗസ് ഹാസ് റൺ ഡൗൺ. റൺ ഡൗണിൻ്റെ മീനിങ് വരുന്നത് ടു ബി ടയേർഡ് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ശരിക്കും ലീസ് വാടക തീർന്നു പോയി എന്നുള്ളതാണ് വരേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ അവിടെ വരേണ്ടത് ഓപ്ഷൻ സി ആണ്. റൺ ഔട്ടാണ് നമ്മുടെ ആൻസർ വരേണ്ടത്, റൺ ഡൗൺ അല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ ഇൻകറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. അപ്പം നമുക്ക് തന്നിട്ടുള്ള ഈ 4 വാക്കുകളിൽ ഒരു വാക്ക് നമുക്ക് സ്പെല്ലിംഗ് ഇൻകറക്റ്റ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. അതേതാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിൽ ഫസ്റ്റ് വൺ ഇല്ലിസിറ്റ് ആണ് നമുക്ക് റോങ് ആയിട്ട് തന്നിരിക്കുന്നത്. അതിൻ്റെ കറക്റ്റ് സ്പെല്ലിങ് വരേണ്ടത് ILLICIT ആണ്. ഇല്ലിസിറ്റിൻ്റെ മീനിങ് വരുന്നത് ഇല്ലീഗലാണ്. ഇമ്പ്യൂണിറ്റി എന്ന് പറയുമ്പോൾ ഫ്രീഡം ഫ്രം പണിഷ്മെൻ്റ് എന്നുള്ളതാണ് ഇമ്പ്യൂണിറ്റി വരുന്നത്. ഇല്ലെജിബിൾ എന്നുള്ള പറയുമ്പോൾ നമുക്ക് വായിക്കാൻ പറ്റാത്തത്, മനസ്സിലാക്കാൻ പറ്റാത്തത്, അതിനെയാണ് നമ്മൾ ഇല്ലെജിബിൾ പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സിനോണിം ഓഫ് ദ ഗിവൺ വേർഡ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഈ വാക്കിൻ്റെ സിനോണിം, അതായത് സിമിലർ മീനിങ് ഉള്ള വേർഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. റേഡിയൻ എന്നുള്ളതാണ് നമുക്ക് വാക്ക് തന്നിട്ടുള്ളത്. റേഡിയൻ്റെ മീനിങ് എന്ന് പറയുമ്പോൾ തിളക്കമുള്ളതെന്നാണ്. അപ്പോൾ അതിൻ്റെ സിനോണിമായിട്ട് വരേണ്ടത് ഓപ്ഷൻ സി ആണ്, ഗ്ലോയിങ് ആണ് വരിക. ഡിസ്മെൽ എന്ന് പറയുമ്പോൾ സാഡ് അല്ലെങ്കിൽ അൺഹാപ്പി എന്നുള്ളതിനെയാണ് ഡിസ്മെൽ പറയുന്നത്. ഫ്രൗണിങ്, നെറ്റി ചുളിക്കുന്നതിനെയാണ് നമ്മൾ ഫ്രൗണിങ് പറയുന്നത്. ഡിപ്രസിങ്ങും സാഡാണ് വരുന്നത്. അതുകൊണ്ട് നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി, ഗ്ലോയിങ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സിനോണിം ഓഫ് ദ ബ്രാക്കറ്റഡ് വേർഡ് ടു ഫിൽ ഇൻ ദ ബ്ലാങ്ക്. അപ്പോൾ നമുക്കൊരു ബ്ലാങ്ക് തന്നിട്ടുണ്ട്, അതിൽ നമുക്ക് ബ്രാക്കറ്റിലായിട്ടൊരു വേർഡ് തന്നിട്ടുണ്ട്. അതിന് സിമിലർ ആയിട്ടുള്ളൊരു വേർഡ് വെച്ചിട്ടാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. ഓൾ ദ ഡാഷ് ബ്രാക്കറ്റിൽ ഡെലിക്കേറ്റ് തിങ്സ് വെർ കെപ്റ്റ് ഓർ പാക്ഡ് ഇൻ എ ഡിഫറെൻറ്റ് ബോക്സ് വൈൽ ഷിഫ്റ്റിംഗ് ടു എ ന്യൂ പ്ലേസ്. അപ്പോൾ ഡെലിക്കേറ്റ് എന്നുള്ള പറയുമ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നത് എന്നുള്ളതിനെയാണ് നമ്മൾ സാധാരണ ഡെലിക്കേറ്റ് പറയുന്നത്. അതുകൊണ്ട് അതിൻ്റെ സിമിലർ വേർഡ് വരുന്നത് ഓപ്ഷൻ ഡി, ഫ്രജൈലാണ്. കോഴ്സ് അല്ലെങ്കിൽ ക്രൂഡ് എന്നുള്ള പറയുമ്പോൾ റഫ് എന്നുള്ളതിനെയാണ് നമ്മൾ പറയുന്നത്. ഡ്യൂറബിൾ എന്ന് പറയുമ്പോൾ ലാസ്റ്റിംഗ് ആയിട്ടുള്ള വസ്തുക്കൾ തന്നെയാണ് നമ്മൾ ഡ്യൂറബിൾ പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻറ്റോണിം ഓഫ് ദ ഗിവൺ വേർഡ്. അപ്പോൾ നമുക്ക് ഈ തന്നിട്ടുള്ള വേർഡിൻ്റെ
ആൻറ്റോണിം, അതായത് ഓപ്പോസിറ്റ് മീനിങ് ഉള്ള വേർഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് തന്നിട്ടുള്ള വേർഡ് എനോയ് ആണ്. എനോയിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ശല്യപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ ശല്യപ്പെടുത്തുക എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് വരേണ്ടത് തൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, സാറ്റിസ്ഫൈ ആണ്. അതിൽ എ ഗ്രേസ് എന്ന് പറയുന്നത് മെയ്യ എന്നുള്ളതാണ്. മിസ്റ്റിഫൈൻ്റെ മീനിങ് വരുന്നത് പസ്ലിംഗ് എന്നുള്ളത് അല്ലെങ്കിൽ കൺഫ്യൂസിങ്ങിനെയാണ് നമ്മൾ മിസ്റ്റിഫൈ പറയുന്നത്. എംപ്ലോയി എന്ന് പറയുമ്പോൾ അതിനായിട്ട് നമ്മളൊരാളെ നിയമിക്കുക, അതിനാണ് നമ്മൾ എംപ്ലോയി പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് എക്സ്പ്രസ്സസ് ദ ഗിവൺ സെൻറ്റൻസ് ഇൻ പാസീവ് വോയിസ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള സെൻറ്റൻസ് നമ്മൾ പാസീവ് വോയിസ് ആയിട്ട് മാറ്റുകയാണ് വേണ്ടത്. ഷീ ബ്ലൂ ദ ക്യാൻഡിൽസ് ഓൺ ദ കേക്ക്. അപ്പോൾ നമ്മളിത് പാസീവ് വോയിസ് ആക്കുമ്പോൾ ക്യാൻഡിൽസ് ഓൺ ദ കേക്ക്, ഈ സെൻറ്റൻസിൽ ക്യാൻഡിൽസ് ഓൺ ദ കേക്ക് നമ്മുടെ ഒബ്ജക്റ്റാണ്. ആ ഒബ്ജക്റ്റ് നമ്മുടെ സബ്ജക്റ്റാവും. ഷീ ബ്ലൂ എന്നുള്ളത്, ആ ഷീ എന്നുള്ളത് നമ്മുടെ ഒബ്ജക്റ്റുമായിട്ട് മാറും. അപ്പോൾ ക്യാൻഡിൽസ് ഓൺ ദ കേക്ക് സബ്ജക്റ്റും ഷീ ബ്ലൂ എന്നുള്ളത് നമ്മുടെ ഒബ്ജക്റ്റുമായിട്ട് മാറും. പിന്നെ നമ്മുടെ വെർബ് V3 ഫോമായിട്ട് മാറും. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ വരേണ്ടത് ഓപ്ഷൻ ബി ആണ്. ദ ക്യാൻഡിൽസ് ഓൺ ദ കേക്ക് വെർ ബ്ലോൺ ബൈ ഹെർ ആണ് അവിടെ ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻറ്റോണിം ഓഫ് ദ ഗിവൺ വേർഡ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഈ വേർഡിൻ്റെ ആൻറ്റോണിമാണ് നമുക്ക് കണ്ടുപിടിക്കണത്. ഓപ്പോസിറ്റ് മീനിങ് ഉള്ള വേർഡാണ്. അസിഡ്യൂസ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതുപോലെ ഭയങ്കര ഡിലിജൻ്റ് ആയിട്ട് ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ആളിനെയാണ് നമ്മൾ അസിഡ്യൂസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് വരുമ്പോൾ അലസമായത് അല്ലെങ്കിൽ മടിയനായ ആളെന്നുള്ളതാണല്ലോ അവിടെ ഓപ്പോസിറ്റ് വരേണ്ടത്. അതുകൊണ്ട് നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി, ഐഡിലാണ്. ഐഡിലിക്ക് എന്നുള്ള പറയുന്നത് ഹാപ്പി എന്നുള്ളതാണ് മീനിങ് വരുന്നത്, ഓപ്ഷൻ ഡി വരുന്നത്. ഓപ്ഷൻ എ ബെല്ലിജറൻ എന്ന് പറയുമ്പോൾ എ പേഴ്സൺ ഹൂ ഈസ് ഓൾവേസ് ഈഗർ ടു ഫൈറ്റ് ആണ്. ബി മെറ്റിക്കുലസ് എന്ന് പറയുന്നത് അസിഡ്വസ് പേഴ്സൻ്റെ സിനോണിമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ഐഡിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ ഇൻകറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഈ 4 വേർഡ്സിൽ ഒരു വേർഡ് നമുക്ക് സ്പെല്ലിംഗ് ഇൻകറക്റ്റ് ആയിട്ടാണ് തന്നിട്ടുള്ളത്. അതേതാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിലെ ഫസ്റ്റ് വേർഡ് എ, അതാണ് നമുക്ക് റോങ് ആയിട്ട് വരുന്നത്. അതിൻ്റെ കറക്റ്റ് സ്പെല്ലിങ് വരുന്നത് PANIC ആണ്. അവിടെ കെൻ്റെ ആവശ്യമില്ല. പക്ഷെ നമ്മളത് V3 ഫോം ആക്കുമ്പോൾ PANICKED തന്നെയാണ്. അവിടെ വേറെ മിസ്റ്റേക്ക് ഇല്ല. പക്ഷെ പാനിക് എന്നുള്ള വേർഡിൽ PANIC മാത്രമേ ഉള്ളൂ. പരിഭ്രാന്തിനെയാണ് നമ്മൾ പാനിക് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻറ്റോണിം ഓഫ് ദ ഗിവൺ വേർഡ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള വേർഡിൻ്റെ ആൻറ്റോണിം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് മീനിങ് ഉള്ള വേർഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സ്റ്റൂപ്പൻഡസ് ആണ് നമുക്ക് തന്നിട്ടുള്ള വേർഡ്. സ്റ്റൂപ്പൻഡസ് എന്ന് പറഞ്ഞാൽ എക്സലൻ്റ് എന്നുള്ളതാണ് മീനിങ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് മോശമായത് എന്നുള്ളതാണല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ടെറിബിൾ ആണ് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ that can substitute the underlined segment in the given sentence. If there is no need to substitute it, select no substitution required. അപ്പോൾ നമുക്ക് വേർഡ്സ് അണ്ടർലൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ കണ്ടുപിടിക്കുക. ഇനി എങ്ങാനും അതുതന്നെയാണ് കറക്റ്റ് യൂസേജെങ്കിൽ നമുക്ക് നോ സബ്സ്റ്റിറ്റ്യൂഷൻ റിക്വയർഡ് ആൻസർ ആയിട്ട് കൊടുക്കാൻ പറ്റും. ദിസ് ഈസ് ദ വേൾഡ്സ് ഫാമിൻ ദിസ് കൺട്രി ഹാസ് സീൻ ഇൻ എ ഡെക്കേഡ്. അപ്പോൾ നമ്മൾ സാധാരണ 2 കാര്യങ്ങളുടെ കമ്പാരിസൺ നടത്തുമ്പോഴാണ് കമ്പാരിറ്റീവ് ഡിഗ്രി യൂസ് ചെയ്യണത്. 2ൽ കൂടുതലാവുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത് സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത് ദ വേൾഡ്സ് അല്ല, ദ വേഴ്സ്റ്റ് ആണ്. അതുകൊണ്ട് നമ്മുടെ ആൻസർ വേണ്ടത് ഓപ്ഷൻ ഡി ആണ്, ദ വേഴ്സ്റ്റ് വരണം. പിന്നെ ദ ആർട്ടിക്കിൾ വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് അതിൻ്റെ കൂടെ യൂസ് ചെയ്യുക. അതുകൊണ്ട് നമ്മുടെ ആൻസർ വേണ്ടത് ദ വേഴ്സ്റ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദ ഗിവൺ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ഓർ ഫ്രേസ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ആ വേർഡ്സിന് പകരം ഒരു 1 വേർഡ് യൂസ് ചെയ്യാണ് നമ്മൾ ചെയ്യേണ്ടത്. കോസ് ടു കണ്ടിന്യൂ, കീപ്പ് അപ്പ്, പ്രിസർവ്, എ സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് ആൻഡ് ആക്ടിവിറ്റി എക്സെട്ര. അപ്പോൾ നമ്മൾ അതിൻ്റെ കറക്റ്റ് മീനിങ് വരുന്നത് മെയിൻറ്റെയിൻ എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ ആൻസർ വേണ്ടത് ഓപ്ഷൻ സി, മെയിൻറ്റെയിൻ ആണ് നമ്മുടെ ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദ ഗിവൺ ഗ്രൂപ്പ് ഓഫ് വേർഡ്സും.
ഇതും നമുക്ക് വൺ വേർഡ് കണ്ടുപിടിക്കലാണ്. എ പേഴ്സൺ ഹൂ ഇൻട്രൊഡ്യൂസസ് ദ പെർഫോമേഴ്സ് ഓർ കണ്ടസ്റ്റൻസ് ഇൻ എ വെറൈറ്റി ഷോ. അപ്പോൾ നമ്മുടെ കണ്ടസ്റ്റൻസിനൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യണ ആളിനെ നമ്മൾ കോമ്പയർ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, കോമ്പയർ. കംപിയർ എന്നുള്ളതാണ് ബി ഓപ്ഷൻ വരുന്നത്. പിയർ എന്നുള്ള പറയുമ്പോൾ ഒരുപോലെയുള്ള ആൾക്കാരനെയാണ് നമ്മൾ കംപിയർ പറയുന്നത്. കാലിഗ്രാഫർ എന്ന് പറഞ്ഞാൽ വൺ ഹൂ ഈസ് സ്കിൽഡ് ഇൻ ബ്യൂട്ടിഫുൾ റൈറ്റിംഗ്, അതിനെയാണ് നമ്മൾ കാലിഗ്രാഫർ പറയുന്നത്. സൈഫർ കണ്ടുപിടിച്ചെടുക്കുക, ഡെഡ്യൂസ് ചെയ്തെടുക്കുക, അതിനാണ് നമ്മൾ സൈഫർ പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻറ്റോണിം ഓഫ് ദ ക്യാപിറ്റലൈസ്ഡ് വേർഡ് ഇൻ ദ ഗിവൺ സെൻറ്റൻസ്. അപ്പോൾ നമുക്കൊരു ഈ സെൻറ്റൻസിൽ ഒരു വേർഡ് ക്യാപിറ്റലൈസ് ചെയ്ത് തന്നിട്ടുണ്ട്, അതിൻ്റെ ആൻറ്റോണിമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ദ ഫെനറ്റിക്സ് ആർ ട്രൈയിങ് ടു ഒബ്സ്ട്രക്റ്റ് ദ പീസ് പ്രോസസ്സ്. ഒബ്സ്ട്രക്റ്റ് എന്നുള്ള പറയുമ്പോൾ തടസ്സം വരുത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതായിരിക്കണമല്ലോ. അതുകൊണ്ട് നമ്മുടെ ആൻസർ വരേണ്ടത് ഓപ്ഷൻ ബി ആണ്, അസിസ്റ്റ് ആണ്. ഡിസ്റപ്റ്റ് എന്ന് പറയുന്നത് ഒബ്സ്ട്രക്റ്റിൻ്റെ സിനോണിമാണ്. നമുക്ക് വേണ്ടത് ആൻറ്റോണിം ആയതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ദ ഗിവൺ ഇഡിയം. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഇഡിയമിൻ്റെ കറക്റ്റ് മീനിങ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ക്രൈയിങ് വുൾഫിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ടു ആസ്ക് ഫോർ ഹെൽപ്പ് വെൻ യു ഡോണ്ട് നീഡ് ഇറ്റ്. അനാവശ്യമായിട്ട് ഹെൽപ്പ് ചോദിക്കുന്നതിനെയാണ് നമ്മൾ ക്രൈയിങ് വുൾഫ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സിനോണിം ഓഫ് ദ ഗിവൺ വേർഡ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള വേർഡിൻ്റെ സിനോണിം അല്ലെങ്കിൽ സിമിലർ മീനിങ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഗ്ലീ എന്നുള്ളതാണ് നമുക്ക് തന്നിട്ടുള്ള വേർഡ്. ഗ്ലീൻ്റെ മീനിങ് എന്നുള്ള പറയുമ്പോൾ എക്സ്ട്രീംലി ഹാപ്പി എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ സിനോണിം ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, മിർത്താണ്. ആങ്സൈറ്റി, ഡിസ്ട്രെസ് എല്ലാം ടെൻഷൻ, സങ്കടം അങ്ങനെയുള്ള വാക്കുകളാണ് വരുന്നത്. അബോറൻസ് എന്ന് പറയുമ്പോൾ വെറുപ്പ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഐഡൻറ്റിഫൈ ദ ഇൻകറക്റ്റ്ലി സ്പെൽഡ് വേർഡ് ഇൻ ദ ഗിവൺ സെൻറ്റൻസ്. Spices have exhibited numerous health benefits in preventing and treating a wide variety of diseases such as cancer, aging, metabolic, neurological, cardiovascular and inflammatory diseases. അപ്പോൾ ഈ സെൻറ്റൻസിൽ നമ്മുടെ ഓപ്ഷൻ എ ഇൻഫ്ലമേറ്ററി ആണ് നമുക്ക് തെറ്റി തന്നിട്ടുള്ളത്. അതിൻ്റെ കറക്റ്റ് സ്പെല്ലിങ് വരുന്നത് INFLAMATORY. നമുക്ക് തന്നിട്ടുള്ള ഈ വേർഡിൽ ഒരു എം മിസ്സിങ് ആണ്. ഇൻഫ്ലമേറ്ററി എന്ന് പറയുമ്പോൾ നമുക്കിതുപോലെ വിച്ച് കോസസ് ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ നമുക്കിതുപോലെ വീങ്ങുന്നത്, അതിനാണ് നമ്മൾ സാധാരണ ഇൻഫ്ലമേറ്ററി യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ദ ഗിവൺ ഇഡിയം. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഇഡിയമിൻ്റെ കറക്റ്റ് മീനിങ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് തന്നിട്ടുള്ളത് ബെല്ലി ലോഫ് ആണ്. ബെല്ലി ലോഫിൻ്റെ മീനിങ് വരുന്നത് എ ലൗഡ് ആൻഡ് അൺറെസ്ട്രെയിൻഡ് ലോഫാണ്. അപ്പോൾ നമ്മളത് അൺകൺട്രോളബിൾ ലോഫിനെയാണ് നമ്മൾ ബെല്ലി ലോഫ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദ ഗിവൺ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്. അപ്പോൾ നമുക്ക് ആ തന്നിട്ടുള്ള ആ വേർഡ്സിന് പകരം പറ്റിയ ഒരു വൺ വേർഡാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്. ടേക്കിംഗ് ഹീഡ് ഓർ കെയർ, ബീയിങ് കോൺഷ്യസ്. അപ്പോൾ നമ്മളെല്ലാ കാര്യം ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ് നമ്മുടെ മീനിങ് വരുന്നത്. അതിൻ്റെ വൺ വേർഡ് വരുന്നത് ഓപ്ഷൻ എ ആണ്, മൈൻഡ്ഫുൾ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ദ അണ്ടർലൈൻഡ് ഇഡിയം. അപ്പോൾ നമുക്കൊരു ഇഡിയം അണ്ടർലൈൻ ചെയ്ത് തന്നിട്ടുണ്ട്, അതിൻ്റെ കറക്റ്റ് മീനിങ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. When grandmother found her granddaughter's collection like her numismatist daughter's, she knew her granddaughter is a chip of the old block. അപ്പോൾ ഒരു ബ്ലോക്കിൽ നിന്ന് ഒരു കഷ്ണം എന്നുള്ളത് പോലെയാണ് അതിൻ്റെ മീനിങ് വരുന്നത്. അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, എ പേഴ്സൺ ഹൂ ഈസ് സിമിലർ ഇൻ ബിഹേവിയർ ഓർ ആക്ഷൻസ് ടു ഹിസ് ഓർ ഹെർ പാരൻസ്. അപ്പോൾ പാരൻസിനെ പോലെയോ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവിൻ്റെ അതേപോലെ ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ബ്ലോക്കിൽ നിന്ന് ഒരു പീസ് എടുത്തു കഴിഞ്ഞാൽ അത് ഒരുപോലെ ഇരിക്കുമല്ലോ, അതാണ് ഈ ചിപ്പ് ഓഫ് എൻ ഓൾഡ് ബ്ലോക്കിൻ്റെ മീനിങ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ ദാറ്റ് ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദ അണ്ടർലൈൻ സെഗ്മെൻറ്റ് ഇൻ ദ ഗിവൺ സെൻറ്റൻസ്. ഇഫ് ദർ ഇസ് നോ നീഡ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ഇറ്റ്, സെലക്ട് നോ സബ്സ്റ്റിറ്റ്യൂഷൻ റിക്വയർഡ്. അപ്പോൾ നമുക്ക് കുറച്ച് വേർഡ്സ് അണ്ടർലൈൻ ചെയ്ത് തന്നിട്ടുണ്ട്.
ഒന്നെങ്കിൽ അതിൻ്റെ കറക്റ്റ് യൂസേജ് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ആ യൂസേജ് അവിടെ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് നോ സബ്സ്റ്റിറ്റ്യൂഷൻ റിക്വയർഡ് കൊടുത്താൽ മതി. ഹീ ആൻഡ് ഹിസ് ഫാദർ ടേക്ക് എ റൈഡ് എവറി മോർണിംഗ് ടു ദ ടോപ്പ് ഓഫ് ദ ഹിൽ. അപ്പോൾ ഇത് ഡെയിലി ചെയ്യുന്ന ഒരു കാര്യം ആയതുകൊണ്ട് തന്നെ നമുക്കവിടെ യൂസ് ചെയ്യുന്നത് സിമ്പിൾ പ്രസൻ്റ് ആയിരിക്കണം. രണ്ടുപേരും കൂടി ആയതുകൊണ്ട് ടേക്ക് എ റൈഡ് കറക്റ്റാണ്. അതുകൊണ്ട് നമ്മുടെ ആൻസർ വരേണ്ടത് ഓപ്ഷൻ ബി ആണ്. അവിടെ നമുക്ക് ING ഫോം യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇത് ഡെയിലി ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ട് ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ സിമ്പിൾ പ്രസൻ്റ് ആയിട്ടാണ് പറയേണ്ടത്. അവിടെ ING ഫോം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സിനോണിം ഓഫ് ദ ഗിവൺ വേർഡ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഈ വേർഡിൻ്റെ സിമിലർ മീനിങ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് തന്നിട്ടുള്ള വേർഡ് പ്രോഡിഗൽ ആണ്. പ്രോഡിഗൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാവിഷായിട്ട് ചിലവാക്കുന്ന ആളിനെയാണ് നമ്മൾ പ്രോഡിഗൽ പറയുന്നത്. അതിൻ്റെ സിനോണിം ആയിട്ട് വരേണ്ടത് ഓപ്ഷൻ സി ആണ്, എക്സ്ട്രാ വേഗൻറ്റ്. എക്സ്ട്രാ വേഗൻറ്റ് ഇതുപോലെ ദൂർത്ത്, അതിനെയാണ് നമ്മൾ എക്സ്ട്രാ വേഗൻറ്റ് പറയുന്നത്. ബാക്കി എല്ലാ വേർഡുകളും അതിൻ്റെ ഓപ്പോസിറ്റാണ്. എക്കണോമിക്കൽ, സ്ക്രിമ്പിങ്, കൺസർവിങ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളിതുപോലെ ചുരുക്കി ചിലവാക്കുക എന്നുള്ളതാണ് അതിൻ്റെ മീനിങ് വരുന്നത്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി, എക്സ്ട്രാ വേഗൻ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ ഇൻകറക്റ്റ്ലി സ്പെൽഡ് വേർഡ് ഇൻ ദ ഗിവൺ സെൻറ്റൻസ്. അപ്പോൾ നമുക്കിതുപോലെ ഏതോ ഒരു വാക്ക് നമുക്ക് തെറ്റിച്ച് തന്നിട്ടുണ്ട്, അത് ഏതാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. If Rajat had realized that Meena was in distress, he would have definitely done something to bail her out. അതിലെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിട്ട് വന്നിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്, ഡിസ്ട്രെസ്. ഡിസ്ട്രെസ്സിൻ്റെ സ്പെല്ലിംഗ് വരുന്നത് DISTRESS ആണ്. വറീഡ് എന്നുള്ളതിനെയാണ് ഡിസ്ട്രെസ് എന്നുള്ളത് പറയുന്നത്, അല്ലെങ്കിൽ ഇൻ ട്രബിൾ എന്നുള്ളതിനെയാണ് നമ്മൾ ഡിസ്ട്രെസ് പറയുന്നത്. അതിൻ്റെ കറക്റ്റ് സ്പെല്ലിങ് DI ആണ്. അത് നമുക്ക് ഇൻകറക്റ്റ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഷിഫ്റ്റിൽ തന്നിരിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.